ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, വചനം തിരുവചനം എന്ന കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേദപുസ്തകത്തിലെ അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് ആ കാര്യം വെളിപ്പെടുത്തുന്നത്. എൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അബ്രാം വെറുമൊരു കുടുംബപിതാവായിരുന്നു അബ്രാം. അദ്ദേഹത്തെ അബ്രഹാം ആക്കി ദൈവം മാറ്റി. വലിയ ജനതകളുടെ പിതാവ് അല്ലെങ്കിൽ ജനതകളുടെ പിതാവാക്കി മാറ്റി. വെറും ഒരു കുടുംബ പിതാവിനെ ജനതകളുടെ പിതാവാക്കി മാറ്റി. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരാളെ നമ്മൾ കാണുന്നു, ശിമയോൻ പത്രോസ്. ഷിമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാങ്ങണ എന്നാണ്. ഒരു കാറ്റൂതിയാൽ ഞാങ്ങണ കമ്പ് അങ്ങോട്ട് വളഞ്ഞു പോവും. ഒരു കാറ്റ് ഇങ്ങോട്ട് ഊതിയാൽ ഇങ്ങോട്ടും വളഞ്ഞു വരും. അങ്ങനെയുള്ള ആളായിരുന്നു ഷിമോൻ അല്ലെങ്കിൽ ശിമയോൻ പത്രോസ്. അദ്ദേഹത്തിൻ്റെ പേര് യേശു കർത്താവ് മാറ്റി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്നെ ശിമയോനല്ല, നിന്നെ ഞാൻ കേപ്പ അഥവാ പാറ എന്ന് വിളിക്കും. വളരെ ഉറപ്പുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി അദ്ദേഹത്തെ മാറ്റുന്നതിൻ്റെ ബാഹ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ അബ്രഹാം പിതാവിനെ നോക്കൂ. അദ്ദേഹം ആരാലും അറിയപ്പെടാതെ വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായി, അറിയപ്പെടാത്ത ഒരു മനുഷ്യനായിട്ട് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായി എന്ന് മാത്രമല്ല, വലിയ ജനതകളുടെ പിതാവായി, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസികളുടെ പിതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? ദൈവത്തിൻ്റെ വാക്കുകളിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം മുതലാണല്ലോ ചരിത്രം ആരംഭിക്കുന്നത്. ആ ചരിത്രം ആരംഭിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായിട്ട് കാണുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാനാണ് പറഞ്ഞത്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറയുന്നു, നിസ്സാര കാര്യങ്ങളല്ല. അദ്ദേഹത്തോട് പറഞ്ഞത്, നീ നിൻ്റെ പിതൃഭവനത്തെ വിടണം, നീ നിൻ്റെ ബന്ധുക്കളെ വിടണം, നീ നിൻ്റെ ചാർച്ചക്കാരൊക്കെ വിടണം, എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. എളുപ്പമാണോ ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിട്ടുകളയാൻ? എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമല്ല വിട്ടുകളയാൻ. സ്വന്തമായിട്ടുള്ളതെല്ലാം വിട്ടുകളയാൻ അബ്രഹാമിന് എങ്ങനെ സാധിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 12 വായിക്കുമ്പോൾ, നിന്റെ ദേശത്തെ, ബന്ധുക്കളെ, പിതൃഭവനത്തെ, 3 കാര്യമാണ് പറയുന്നത്. നിന്റെ ദേശത്തെ, നിന്റെ ബന്ധുക്കളെ, നിന്റെ പിതൃഭവനത്തെ വിടുക, എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക, കനാൻ നാട്ടിലേക്ക് പോവുക. സ്നേഹമുള്ളവരെ, അബ്രഹാമിനോട് ദൈവം അത് പറയുന്നതായിട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എന്നാൽ ബൈബിളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അബ്രഹാമിന് എവിടെ വെച്ചാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കി കിട്ടുന്നില്ല. ആ 12-ാമത്തെ അധ്യായം സൂക്ഷിച്ചു വായിച്ചാലും എവിടെ വെച്ചാണ് ദൈവത്തിന് അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം ഇങ്ങനെ പ്രത്യക്ഷനായത് എന്ന് മനസ്സിലാക്കി കിട്ടുന്നില്ല. എന്നാൽ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലാണ് അത് നമുക്ക് കാണാൻ പറ്റുക. ഈ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഒരു ചരടിൽ കോർത്തെടുത്ത മാലയുടെ മണി ഇങ്ങനെ കോർത്തെടുത്തതുപോലെ ഒന്നിനോടൊന്ന് വളരെ അടുക്കും ചിട്ടയായിട്ട് കാണുന്നു. ഈ 73 പുസ്തകങ്ങളുടെ പുറകിലും ഒരാൾ നിന്ന് അത് കോർത്തെടുത്തതുപോലുള്ള ഒരുമ, ഒരു സ്വർണത്തിൻ്റെ നൂലിൽ ആ ചരടിൽ കോർത്തെടുത്ത മുത്തുകൾ പോലെ അടുക്കും ചിട്ടയുള്ളതായിട്ട് കാണുന്നു വേദപുസ്തകം. അതിൻ്റെ അർത്ഥം ഈ പുസ്തകങ്ങളുടെ പുറകിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായും പ്രവർത്തിച്ചു എന്നാണ്. നോക്കുക, അബ്രഹാമിനെ എവിടെ വെച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്? പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നതിനേക്കാൾ സുവ്യക്തമായി പുതിയ നിയമത്തിലാണ് കാണുന്നത്. അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ദൈവം പറഞ്ഞത് ദേശം,
ബന്ധുക്കൾ, പിതൃഭവനം, ഇതൊക്കെ വിടാൻ പറഞ്ഞത്? എവിടെയാണത് മനസ്സിലാകുന്നത്? ഒരാളുടെ പ്രസംഗത്തിൽ നിന്നാണ് മനസ്സിലാകുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായത്തിലാണ്, സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് അബ്രഹാമിന് ദൈവം എവിടെ വെച്ചാണ് പ്രത്യക്ഷമായതെന്ന് നമുക്ക് സുവ്യക്തമാകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് സ്തേഫാനോസിലൂടെ ഈ മഹനീയമായ സത്യം വെളിപ്പെടുത്തുന്നു. ദേശത്തെ, ബന്ധുക്കളെ, പിതൃഭവനത്തെ വിടുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അബ്രഹാമിന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? എല്ലാം വിട്ടുകളഞ്ഞ് സ്വന്തം ഭാര്യയും കൊണ്ട് ഈ മണലാരണ്യത്തിലൂടെ, മരുഭൂമിയിലൂടെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണമെന്നോ കനാൻ നാട്ടിലേക്ക് എത്താൻ? അബ്രഹാം കൽദായരുടെ ഊറിൽ നിന്ന് എല്ലാം വിട്ടുകളഞ്ഞ് ഈ മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകാൻ അദ്ദേഹത്തിന് കിട്ടിയ ഉൾത്തള്ളൽ എവിടുന്നുണ്ടായി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രത്യക്ഷതയാണ് അബ്രാഹത്തിന് മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ടാക്കിയത്. അതാണ് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ വെളിപ്പെടുന്നത്. ശ്രദ്ധിക്കാമോ? 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കാം ആ ഭാഗം. പ്രവൃത്തികളുടെ പുസ്തകം 7-ൽ ഇങ്ങനെ കാണുന്നു, 1 മുതൽ വാക്യങ്ങളിൽ. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഉണ്ടോ? എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്? ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. എവിടെ വെച്ച് പ്രത്യക്ഷനായി? മെസൊപ്പൊട്ടാമിയ എന്ന് പറയുന്ന സ്ഥലത്ത്. ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് പ്രത്യക്ഷനായി. ഏത് ദൈവം? മഹത്വത്തിൻ്റെ ദൈവം. എന്നാൽ ആ വാക്ക് മറ്റു ചില ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തേജോമയനായ ദൈവം അവന് കാണപ്പെട്ടു. മനോഹരമായ വാക്ക്. തേജസ്സിൻ്റെ ദൈവം, വലിയ പ്രകാശത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ തേജസ്സിൻ്റെ ദൈവത്തെ അബ്രഹാം കണ്ടു. ആ തേജസ്സിൽ നിന്ന് ഇങ്ങനൊരു സ്വരമുണ്ടായി, അബ്രഹാമേ, നിന്റെ ദേശത്തെ വിടുക, ബന്ധുക്കളെ വിടുക, പിതൃഭവനത്തെ വിടുക. ആ തേജസ്സിൻ്റെ ആ ദൈവത്തെ കാണുകയും ആ തേജസ്സിൽ നിന്നുണ്ടായ മഹനീയമായ ശബ്ദം അബ്രഹാം കേൾക്കുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ ദേശം വിടാൻ പറ്റി, തൻ്റെ ബന്ധുക്കളെ വിടാൻ പറ്റി, തൻ്റെ പിതൃഭവനത്തെ വിടാൻ പറ്റി. അതുകൊണ്ടാണ് അവൻ എല്ലാം വിട്ടുകളഞ്ഞ് ഈ മരുഭൂമിയിലുള്ള യാത്ര തിരഞ്ഞെടുത്തത്. തൻ്റെ ഭാര്യയായ സാറായും കുട്ടി യാത്ര ചെയ്യാൻ പറ്റിയത്, കനാൻ നാട്ടിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ അബ്രഹാമിന് എല്ലാം വിടാൻ സാധിച്ചത് തേജോമയനായ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് എന്താണ് പലതും വിടാൻ സാധിക്കാത്തതെന്നറിയാമോ? തേജസ്സിൻ്റെ ദൈവത്തെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പലതും വിട്ടുകളയാൻ പറ്റാത്തത്. പലതും വിടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ തലച്ചോറിൽ ആ അറിവുമുണ്ട്. പക്ഷെ വിടാൻ പറ്റാത്തതിൻ്റെ കാരണം തേജസ്സിൻ്റെ ദൈവത്തെ കണ്ടിട്ടില്ല. തേജസ്സിൻ്റെ ദൈവത്തെ ആര് കാണുന്നുവോ, ആര് ഉൾക്കൊള്ളുന്നുവോ, അവനാണ് മറ്റുള്ള പലതും വിടാൻ സാധിക്കുക. വിടാതെ അനുഗ്രഹം കിട്ടുകയും ഇല്ലാതാനും. അബ്രഹാത്തോട് പറഞ്ഞു, കൽദായരുടെ ഊരിൽ നിന്ന് നീ പുറത്തേക്ക് വരിക. ആ തേജസ്സിനെ കണ്ടു, ആ ദിവ്യ സ്വരത്തെ കേട്ടു. അപ്പോൾ അബ്രഹാം ദേശത്തെ വിട്ടു, ബന്ധുക്കളെ വിട്ടു, പിതൃഭവനത്തെയും വിട്ട് അവൻ ഭാര്യയെ കൂട്ടി യാത്രയായി. കനാൻ നാട് വരെ അവൻ മുന്നോട്ട് പോയി. അത്ഭുതകരമായിട്ടുള്ള പരിപാലന അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഉണ്ടായി. തേജസ്സിൻ്റെ ദൈവത്തെ കാണാത്തവൻ പലതും വിടുകയില്ല. വിടാത്തതിൻ്റെ കാരണം തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പണ്ടൊരിക്കൽ ലോത്തിനോടും ഭാര്യയോടും പറഞ്ഞു, ഓടിപ്പോകണം ഈ നാട്ടിൽ നിന്ന്. പിന്നെയോ തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെയോ താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്. 3 കാര്യം: ഓടിപ്പോവുക, തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങരുത്. എവിടേക്കാ ഓടണ്ടേ? സോവാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. സോവാർ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറുത് എന്നാണ്. ഇന്ന് കർത്താവ് നമ്മോട് ഓടാൻ പറയുന്നത് സോവാർ എന്ന സ്ഥലത്തേക്കല്ല, സേവ്യർ എന്ന് പറയുന്ന ഒരാളുടെ അടുക്കിലേക്ക്. ആ സേവ്യറാണ് നമ്മുടെ രക്ഷകനായ യേശു തമ്പുരാൻ. അവിടേക്ക് ഓടാൻ പറയുന്നു. ഓടി. ലോത്ത് ഓടി, ഭാര്യയും ഓടി, 2 പെൺമക്കളും ഓടി. പക്ഷേ ഭാര്യ മാത്രം തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോട്ടം. കാരണം എന്താ? അവിടെ അറ്റാച്ച്മെൻറ്റ് പലതിനോടുമുണ്ട്. തേജസ്സിൻ്റെ ദൈവത്തെ കാണാത്തവൻ തിരിഞ്ഞു നോക്കും. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 9:62 കലപ്പയിൽ കൈവച്ചിട്ട്
പിന്തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. അപ്പോൾ എന്താണ് തിരിഞ്ഞു നോക്കുന്നത്? നോക്കാൻ കാരണം പലതും പുറകിലുണ്ടെന്നർത്ഥം. അറ്റാച്ച്മെൻറ്റിനോട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല. കലപ്പ നിലമുഴുന്നതാണ്. ഹൃദയ നിലമുഴുവാനുള്ള കലപ്പ നിനക്ക് തന്നിട്ടുണ്ടോ? നീ പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇവിടെ അബ്രഹാം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ട് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോയ അബ്രഹാമിന് അനുഗ്രഹം കിട്ടി. നോക്കൂ പ്രിയപ്പെട്ടവരെ, തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായ 2 വ്യക്തികളെ കൂടി ഇന്ന് നമ്മൾ കേൾക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തേജസ്സിൻ്റെ ദൈവത്തെ കണ്ട മറ്റൊരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിൻ്റെ പൗലോസ് എന്നല്ലായിരുന്നല്ലോ പേര്, അദ്ദേഹം സാവൂളായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആളായിരുന്നു. ദമാസ്കസിലേക്ക് പോയപ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഉരുണ്ട് താഴേക്ക് വീണു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. പക്ഷേ തേജസ്സിൻ്റെ ദൈവം, അദ്ദേഹം തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത് എന്താണെന്ന്, സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം എൻ്റെ അടുക്കലേക്ക് വന്നു. സാവൂൾ സാവൂൾ എന്നൊരു സ്വരം കേട്ടു. നീ എന്നെ പീഡിപ്പിക്കുന്ന എന്തുകൊണ്ടെന്ന് ദൈവം ചോദിച്ചു. കണ്ടോ, മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന പ്രഭയോടെ ദൈവം അദ്ദേഹത്തിൽ ഇടപെട്ടപ്പോൾ സാവൂൾ പൗലോസായി മാറി. അദ്ദേഹത്തിന് വിടേണ്ട സകലതും അദ്ദേഹം വിട്ടുകളഞ്ഞു. ഗമലയേലിൻ്റെ പാദങ്ങളിലിരുന്ന് നിയമം മുഴുവൻ പഠിച്ച ആൾ, ആ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ലാത്തവൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ എന്നൊക്കെ എണ്ണി തൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്ന അപ്പോസ്തലൻ അതെല്ലാം വിട്ടുകളഞ്ഞു. അപ്പോസ്തലന് വിടാൻ പലതും ഉണ്ടായിരുന്നു. തേജസ്സിൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ അവൻ അതെല്ലാം വിട്ടു. പൗലോസും അനുഗ്രഹീതനായി രക്തസാക്ഷിത്വം അദ്ദേഹം സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചിറക് വിരിച്ചു പറന്നുപോയി. ദൈവം പ്രത്യക്ഷപ്പെട്ട മറ്റൊരാളാണ് നമ്മുടെ പരിശുദ്ധ മാതാവ്. നസ്രത്തിലെ വീട്ടിലായിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ ആ വീട്ടിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാം. മാതാവ് മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. മറിയത്തിനൊന്നും വിട്ടുകളയാനുണ്ടായിരുന്നില്ല. മറിയം തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, ഫിയാത്ത്, സംഭവിക്കട്ടെ എന്നർത്ഥം. മറിയം തൻ്റെ ജീവിതം നാഥൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. നോക്കുക, അബ്രാഹാമിന് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ദൈവം ഇടപെട്ടു. എവിടെ വെച്ച്? മെസൊപ്പൊട്ടാമിയയിൽ വെച്ച്. പൗലോസിന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. എവിടെ വെച്ച്? ദമാസ്കസിലേക്കുള്ള യാത്രയിൽ. മറിയത്തിനുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെ വെച്ച്? നസ്രത്തിൽ വെച്ചുണ്ടായി. ഈ 3 വ്യക്തികളും ആരാലും അറിയപ്പെടാതെ മൺമറഞ്ഞു പോകേണ്ടവരായിരുന്നു. എന്നാൽ എല്ലാവരാലും അറിയപ്പെടുന്ന തേജസ്സിൻ്റെ ദൈവത്തെ ഉൾക്കൊള്ളുകയും തേജസ്സിൻ്റെ ദൈവത്തെ പങ്കുവെക്കുകയും ചെയ്യുന്ന മഹനീയമായ വ്യക്തിത്വങ്ങളായി അവർ മാറിയതിൻ്റെ കാരണം എന്താണെന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലായി. തേജോമയനായവനെ ഉൾക്കൊണ്ടതും ആ തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലാണ് അവരെ വ്യത്യാസപ്പെടുത്തിയത്. പഞ്ചസാര ചട്ടിയിലിട്ട് ചൂടാക്കി നോക്കൂ. പഞ്ചസാരയുടെ നിറം വെള്ളയാണ്, പഞ്ചസാരയുടെ രുചി മധുരമാണ്. ചട്ടിയിലിട്ട് ചൂടാക്കിയാൽ പഞ്ചസാര കാർബണായിട്ട് മാറും, നിറം കറുപ്പായിട്ട് മാറും, രുചി കയ്പായിട്ട് മാറും. പിന്നെ ഇനി അതിനെ റീകൺവെർട്ട് ചെയ്യാൻ സാധ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, ഇതുപോലെ പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മളെ ഇരുളിമയുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ, നമ്മളെ കയ്പുള്ള ഒരാളാക്കി മാറ്റാനാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം ശ്രമിക്കുന്നത് നമ്മളെ തേജസ്സുള്ള ആളുകളാക്കി മാറ്റാനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം പരിശ്രമിക്കുന്നു. ആദിയിലെ ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ട ആ ജനസമൂഹത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ആളുകളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് മാത്രമേ ഒരു പുതിയ അനുഭവം, ഒരു പുനഃസൃഷ്ടി അല്ലെങ്കിൽ ഒരു പുതു സൃഷ്ടിയുടെ അനുഭവം, അല്ലെങ്കിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം, അതും അല്ലെങ്കിൽ ഒരു ആത്മസാക്ഷാത്കാരം പ്രാപിച്ചതിൻ്റെ അനുഭവം വ്യക്തികൾക്കുണ്ടാവുകയുള്ളൂ. ഇത് ഉണ്ടാകാത്തതാണ് പലതും വിട്ടുകളയാൻ പറ്റാത്തതിൻ്റെ കാരണം. പല തിന്മകളും പലർക്കും വിട്ടുകളയുന്നുണ്ട്. വളരെ വർഷങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില പാപങ്ങൾ വിട്ടുപോകുന്നില്ല. പല ധ്യാനങ്ങൾക്കും പങ്കെടുത്തു, പല ബന്ധന പ്രാർത്ഥനയോ മറ്റു നമ്മൾക്കുള്ള മോചനത്തിന് വേണ്ടി പല പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ ചൊല്ലി, പല നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു. പക്ഷെ അതിൽ നിന്നൊരു ഡെലിവറൻസ്, ഒരു വിമോചനം കിട്ടാത്തതിൻ്റെ കാരണം ഈ സ്വർഗീയനായിട്ടുള്ള ഇടപെടൽ നടക്കാത്തതാണ്. ആ സ്വർഗീയനായിട്ടുള്ള ഇടപെടൽ നടക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് വ്യത്യാസമുണ്ടാകൂ.
അങ്ങനെ വ്യത്യാസമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ ഉണ്ടാകണം. അബ്രാഹാമിന് ആ ഇടപെടൽ മെസൊപ്പൊട്ടാമിയയിൽ വെച്ചുണ്ടായി. അബ്രഹാം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല ഉണ്ടായത്. മറിയത്തിനുണ്ടായി. മറിയം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല ഉണ്ടായത്. അപ്പോസ്തലനായ പൗലോസിനുണ്ടായി. അദ്ദേഹത്തിന് ദൈവം ഇറങ്ങി വന്നത് ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ദൈവം ഇറങ്ങി വന്നത് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകുള്ളൂ. കാനായിലെ ആ വിവാഹ വീട്ടിൽ ആ പച്ചവെള്ളത്തിൻ്റെ അടുക്കൽ യേശു കർത്താവ് വന്നപ്പോൾ വെള്ളത്തിന് നിറമില്ലാത്ത വെള്ളം നിറമുള്ളതായി തീർന്നു. വെള്ളത്തിന് രുചിയില്ലാത്ത വെള്ളം രുചിയുള്ളതായി തീർന്നു. നോക്കൂ, വെള്ളത്തിന് ലഹരിയില്ലാത്ത വെള്ളം ലഹരിയുള്ളതായി തീർന്നു. യേശുവിൻ്റെ ഇടപെടലാണ് ആ മണവും രുചിയും നിറവുമില്ലാത്ത വെള്ളത്തിന് നിറവും മണവും രുചിയും എല്ലാം പ്രദാനം ചെയ്തത്. യേശു കർത്താവിൻ്റെ ആ ശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ ഈ അത്ഭുതം നടക്കൂ. പ്രിയമുള്ളവരെ, എങ്ങനെ ഈ ഇടപെടൽ ഉണ്ടാകും? സ്നേഹമുള്ളവരെ, അതാണ് തിരുവചനത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഒരു മനുഷ്യൻ, നമ്മളെല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു മനുഷ്യൻ തൻ്റെ നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നു, അയാൾ അവിടെ ഉഴുതുമറിക്കുന്നു, വെള്ളം തിരിക്കുന്നു, എല്ലാ ജോലികളും ചെയ്യുന്നു. നാം അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, ഈ വിത്തൊന്നും മുളയ്ക്കുന്നില്ലല്ലോ, കൃഷി കുറേ നാളായല്ലോ തുടങ്ങിയിട്ട്, ഈ പാടത്ത് പണി തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, എന്തായാലും സംഭവിക്കാത്ത, നിങ്ങൾ വളം വിതറുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കൂ, ഞാൻ വള വിതറുന്നുള്ളൂ, പക്ഷെ വിത്ത് ഇതുവരെയും ഇട്ടിട്ടില്ല. വിത്തിടാതെ വളം വിതറിയിട്ട് വല്ല കാര്യമുണ്ടോ? ധാരാളം ആളുകളുടെ ജീവിതത്തിൽ വിത്ത് വിതറുന്നില്ല, വളം ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ദൈവവചനമാകുന്ന വിത്ത് വന്ന് വീണില്ലെങ്കിൽ വ്യത്യാസമുണ്ടാകില്ല. സീഡ് വന്ന് വീഴണം. ദൈവവചനത്തെയാണ് വിത്ത് എന്ന് പറയുന്നത്. ആ വിത്ത് വന്ന് വീഴാതെ വ്യക്തികൾക്ക് രൂപാന്തരീകരണം ഉണ്ടാവുകയില്ല. ദൈവവചനമാകുന്ന വിത്ത് ആരിൽ വന്ന് വീഴുന്നുവോ അവർക്ക് മാത്രമേ വ്യത്യാസമുണ്ടാകൂ. വചനത്തിൻ്റെ വിത്ത് വീഴാത്ത വ്യക്തികൾക്ക് വ്യത്യാസമുണ്ടാവുകയില്ല. കാലങ്ങളേറെയായി ചില മനുഷ്യർ ചോദിക്കും, ഞങ്ങൾ മാമോദിസ കുഞ്ഞുനാളിൽ സ്വീകരിച്ചാണ്, പിന്നെ 12ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിച്ചു, പിന്നീട് ഇപ്പാണികൾ ഡിഗ്രി ACC ഉണ്ട്, ഡിഗ്രി ക്ലാസ്സുകളുണ്ട്, ഇത്രയും കാലം ഞങ്ങൾ കേട്ടിട്ടും ദൈവവചനം കേട്ടിട്ടില്ല എന്നാണോ പറയുന്നത്? അതെ, കേൾക്കേണ്ട വിധത്തിൽ കേട്ടിട്ടില്ല. ആ ദൈവവചനത്തിൻ്റെ വിത്ത് ഒരാളുടെ ഉള്ളിൽ വന്ന് വീഴുമ്പോൾ മാത്രമേ അയാൾക്ക് വ്യത്യാസമുണ്ടാകൂ. അബ്രാഹാമിന് വ്യത്യാസമുണ്ടായത് തേജസ്സിൻ്റെ ദൈവത്തെ കണ്ടു ഉൾക്കൊണ്ടു. മറിയത്തിന് വ്യത്യാസമുണ്ടായത് തേജസ്സിൻ്റെ ദൈവത്തെ കണ്ടു, അങ്ങയുടെ വാക്കുകൾ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞു, ആ വാക്ക് വന്ന് വീണു. പൗലോസിന് വ്യത്യാസമുണ്ടായത് സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ആ വാക്ക്, ആ വിത്ത് വന്ന് വീണു. ഇങ്ങനെ സഭയിലെ ഓരോ വ്യക്തികളെയും പരിശോധിക്കൂ. ദൈവവചനമാകുന്ന വിത്തുകളാണ് അവരെ വ്യത്യാസപ്പെടുത്തിയത്. വചനമാകുന്ന വിത്ത് വീഴാത്ത ഒരാളുടെ ജീവിതവും വ്യത്യാസപ്പെടുകയില്ല. അവർ ഉപരിപ്ലവമായി മാത്രം ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും പറയില്ലേ, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവർ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ, പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്നവർ പെരുന്നാൾ ക്രിസ്ത്യാനികൾ, ചടങ്ങിന് മാത്രം പള്ളിയിൽ പോകുന്നവർ ചടങ്ങ് ക്രിസ്ത്യാനികൾ. പിന്നെ ഒരു ക്രിസ്ത്യാനിയുണ്ട്, ആരാണെന്നറിയാമോ? സത്യക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലുള്ള ആളാണ് ക്രിസ്ത്യാനി. മദ്യം ഉള്ളിലുള്ള ആളെ എന്തെന്ന് വിളിക്കണം? മദ്യപാനി. പാപം ഉള്ളിലുള്ള ആളെ എന്തെന്ന് വിളിക്കണം? പാപി. ക്രിസ്തു ഉള്ളിലുള്ള ആളെ എന്ത് വിളിക്കണം? ക്രിസ്ത്യാനി. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് ക്രിസ്തു ഉള്ളത്തിൽ വരുമ്പോൾ മാത്രമേ. അങ്ങനെ ക്രിസ്തു ഉള്ളത്തിൽ വരണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. ആ ഇടപെടലാണ് അബ്രാഹത്തെ വ്യത്യാസപ്പെടുത്തിയത്. ഇന്നും തലമുറകളെ വ്യത്യാസപ്പെടുത്തുന്നത് ആ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രം. ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. ആ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു അക്രൈസ്തവയായ ഒരു സഹോദരി, ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടായി, ഞാൻ അവിടെ പോയിരുന്ന ദൈവവചനം കേട്ടോട്ടെ? വേണ്ട, നീ പോകണ്ട, അത് പിന്നെ ക്രൈസ്തവരുടെ വചന ശുശ്രൂഷ, അതിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. ആ സഹോദരി പോയില്ല, ഭർത്താവിനനുസരിച്ചു. പക്ഷെ അവൾ വീട്ടിലിരുന്ന് ആ ദൈവവചനം മുഴുവനായിട്ട് കേട്ടു. കൺവെൻഷൻ്റെ 5ാം ദിവസം അവിടെ വലിയ ആരാധന നടക്കുന്നു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്നു. ആ സ്ത്രീക്ക് അതൊന്നും മനസ്സിലായില്ല. അവിടെ കയ്യടിയും പാട്ടും ഒച്ചത്തിലുള്ള സ്തുതിഗീതങ്ങളും. ആ സ്ത്രീക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് ആ സമയത്ത് കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. അങ്ങനെ കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കും ഈ ആരാധനയും പ്രസംഗവും അതിൻ്റെ ശബ്ദമൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ആ സ്ത്രീ അവിടെ വെച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ
തിരുവചന ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുത്ത അക്രൈസ്തവയായ ഒരു സ്ത്രീക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരിക്കാണ് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിലേറെയായി കുഞ്ഞുങ്ങളില്ലാത്തത്. അവൾ തൻ്റെ 2 കൈകളും തൻ്റെ ഉദരത്തിലേക്ക് വെച്ച് ആ കടയുടെ അടുത്ത് നിന്ന് മനസ്സിൽ പറഞ്ഞു, കർത്താവേ, ആ സ്ത്രീ ഞാനായിരിക്കണമേ. സ്നേഹമുള്ളവരെ, ആ കൂടാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകൾക്കല്ല അനുഗ്രഹം കിട്ടിയത്, അനുഗ്രഹം കൂടാരത്തിന് പുറത്തേക്ക് പോയി. നാഥൻ്റെ ഇടപെടൽ ആ സ്ത്രീക്ക് ഉണ്ടായത് എപ്പോഴാണ്? കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ. അതുകൊണ്ട് ദൈവത്തിന് എവിടെ വെച്ചാണ് ഒരാളെ പിടികൂടാൻ സാധിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശലോൻ ടി വിയിൽ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മദ്യപാനിയായിട്ടുള്ളൊരു മനുഷ്യൻ തൻ്റെ സെറ്റിയിലിരുന്ന് ഈ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളി പോകാറില്ല. പക്ഷേ അദ്ദേഹം കുർബാനയുടെ കുദാശവചനം എത്തിയപ്പോൾ അദ്ദേഹത്തിന് വിറയിൽ അനുഭവപ്പെട്ടു. അദ്ദേഹം സെറ്റിയിൽ നിന്ന് താഴെ വീണു. ഭാര്യയും മക്കളൊക്കെ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആൾ പറഞ്ഞു, എന്നെ എങ്ങും കൊണ്ടുപോകണ്ട. അദ്ദേഹത്തെ ദൈവം തൊട്ടതാണ്. ആ സമയത്ത് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഇപ്പം മദ്യപാനമില്ല. ദൈവത്തിന് എവിടെ വെച്ചും തൊടാം. പള്ളിക്കകത്ത് വെച്ച് തൊടാം, വീടിനകത്ത് വെച്ച് തൊടാം, കടയിൽ പോകുമ്പോൾ തൊടാം. നമ്മളോട് പറഞ്ഞിട്ടാണോ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്? അല്ല. ദൈവത്തിന് എവിടെ വെച്ചും ഒരാളെ പിടികൂടാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ തിരുവചനം കേൾക്കുന്ന ആളുകൾ മറ്റാരെങ്കിലും പറ്റി സങ്കടപ്പെടുന്നുണ്ടോ? മക്കളെപ്പറ്റി, മരുമക്കളെപ്പറ്റി? ഇവരൊന്നും മാനസാന്തരപ്പെടാത്തത് എന്താണ്? കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. കർത്താവേ, നിൻ്റെ ഒരു കരസ്പർശനം കൊടുക്കണമേ. അദ്ദേഹത്തിന് ഒരു വീണ്ടും ജനനം കൊടുക്കണമേ. ഒരു വിവേകം കൊടുക്കണമേ. ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുമ്പോൾ ആ കണ്ണീരിന് വിലയുണ്ട്. അംബ്രോസ് തിരുമേനി പറഞ്ഞതുപോലെ, മോനിക്ക പുണ്യവതിയോട് പറഞ്ഞതുപോലെ, കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുകയില്ല. കണ്ണീരൊഴുക്കാൻ ആളുകളുണ്ടോ? മനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി മുട്ടിമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ജീവിതങ്ങളെ ദൈവം തൊടും. അങ്ങനെ ദൈവം തൊട്ട ജീവിതങ്ങൾ മാത്രമേ രൂപാന്തരപ്പെടൂ. അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഭൂമിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റൂ. കർത്താവിന് പ്രയോജനകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സൽഫലങ്ങൾ നിറഞ്ഞ ജീവിതം ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവമായിട്ടുള്ള ആ സംസർഗം ഉണ്ടായിരിക്കണം. ആ സംസർഗത്തിന് മാത്രമേ നമ്മെ വ്യത്യാസപ്പെടുത്താൻ പറ്റൂ. ദൈവിക സംസർഗമാണ് മനുഷ്യനെ തേജസ്സുള്ള മനുഷ്യരാക്കി മാറ്റുന്നത്. അബ്രഹാം വെറും ഒരു കുടുംബ പിതാവായ അദ്ദേഹം ജനതകളുടെ പിതാവായി മാറിയില്ലേ? എന്നും ഇന്നും അനേകരുടെ മനസ്സിൽ അബ്രഹാം പിതാവ് നിലകൊള്ളുന്നു. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അബ്രഹാത്തെക്കുറിച്ച് പറയാതിരിക്കുമോ? അബ്രഹാം ഇന്നും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി തീർന്നു. ദൈവിക സംസർഗം മാത്രമേ നമ്മളെ ഉന്നതിയിലേക്ക് നയിക്കൂ. ദൈവിക സംസർഗത്തിന് വിരുദ്ധമായ തടസ്സമായ ഘടകങ്ങൾ നമ്മിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റിക്കളയാൻ തയ്യാറാകണം. പാരീസിലെ സുന്ദരിയായിരുന്നു പമേല. കിടക്കുമ്പോഴും നടക്കുമ്പോഴും കൈകളിൽ വിഷപ്പാമ്പുകളെ ചുറ്റി ജീവിക്കുന്നവളായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പാമ്പിൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുക. കട്ടിലിൽ ഈ പാമ്പിനിടും. ആ പാമ്പിൻ്റെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ അറിയാതെ ഉറക്കത്തിൽ പാമ്പിൻ്റെ കൂടെ കിടക്കുകയും പാമ്പിൻ്റെ കടിയേറ്റു മരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, പാപമാകുന്ന പാമ്പിൻ്റെ ദംശനം നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദൈവിക സംസർഗത്തിന് തടസ്സമായിട്ടുള്ള ഏതെങ്കിലും ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അനുതാപം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ അവസ്ഥകൾ നമ്മളിന്ന് മാറിപ്പോകണം. മാറിപ്പോകാതെ ദൈവത്തിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ അശുദ്ധിയുടെ അവസ്ഥകൾ പരിപൂർണമായിട്ട് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ തിരുമുമ്പിൽ തുറന്ന മനസ്ഥിതിയുള്ള ആളായിട്ട് മാറണം. അബ്രാഹത്തെ തേജസ്സിൻ്റെ ഒരു മനുഷ്യനാക്കി മാറ്റിയതുപോലെ, മറിയത്തെ തേജസ്സുള്ള ആളാക്കി മാറ്റിയതുപോലെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന ഭാഗ്യാവസ്ഥ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായതുപോലെ അപ്പോസ്തലനായ പൗലോസ് ഇത്രമാത്രം തിളക്കമുള്ള കർത്താവിന് വേണ്ടി ഇത്രമാത്രം കഷ്ടത സഹിച്ച് അധ്വാനിച്ച് മുന്നേറിയ മറ്റൊരു മനുഷ്യനുണ്ടോ എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര തീഷ്ണമതിയേറിയ ഒരു വ്യക്തിത്വമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുമായി തീരുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇടപെടലാണ് അത് വ്യത്യാസപ്പെടുത്തുക. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. പരമപുരുഷനുമായ ക്രിസ്തുവുമായി ചേരാതെ
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവുകയില്ല. ആ പരമപുരുഷൻ ക്രിസ്തു യേശുവാണ്. ഉത്തമഗീതത്തിൽ പറയുന്ന പോലെ 10,000-ങ്ങളിൽ അതിസുന്ദരൻ. ആ അതിസുന്ദരനുമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം ഉണ്ടാകാതെ ഒരാൾക്കും ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ പറ്റുകയില്ല, തേജസ്സിൻ്റെ മനുഷ്യനായിട്ട് മാറാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അറിയപ്പെടാതെയും അജ്ഞതയിലും അന്ധകാരത്തിലും കഴിഞ്ഞ് നമ്മുടെ ജീവിതം വലിയ വലിയ അന്ധകാരത്തിലേക്ക് നീങ്ങിപ്പോകും. തിരുവചനം പറയുന്നതുപോലെ തമോ ഗർത്തങ്ങളിൽ അവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു, അന്ധകാരത്തിൻ്റെ തമോ ഗർത്തങ്ങൾ അവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പോലെ ആയിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളാകാതെ ക്രിസ്തു യേശുവിൻ്റെ മനോഹരമായ വാസസ്ഥലത്തിലേക്ക് പോകുവാൻ തക്ക വിധത്തിൽ ദൈവമായ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ.